ഗർഭകാലത്ത് ഒരു സ്ത്രീ അനേകം ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ മാറ്റങ്ങളെല്ലാം പൂർവാവസ്ഥയിലേക്ക് മാറുവാനായി ആയുർവേദത്തിൽ സൂതികാചര്യകൾ വളരെ പങ്കുണ്ട്. അവരുടെ ഒരു ഡൈജഷൻ പവർ കൂട്ടി, പിന്നെ യൂട്രസിന്റെ ഒക്കെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ബോഡിക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളും മാറാൻ വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമുക്കിപ്പോൾ പാലില്ലാത്തവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ബോഡി ചിലപ്പോൾ നല്ല ക്ഷീണമുള്ളവർക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ചികിത്സകളും ലഭ്യമാണ്. കുഞ്ഞിനുള്ള ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നത് പൊതുവെ അമ്മയോടൊപ്പം തന്നെയാണ്. എണ്ണയിടിയിൽ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച്, ത്വക്കിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള തൈലങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കേരങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടാണ് കുഞ്ഞിന് ശരീരം മുഴുവനായി അഭ്യംഗം ചെയ്യുന്നത്. ബാക്ക് പെയിനും എല്ലാം നല്ല വ്യത്യാസമുണ്ട്. സർവീസസ് നാട്ടിലെ പോലെ തന്നെ എല്ലാം ഇതുണ്ട്. ബേബി ബാത്തും മസാജും എക്സസൈസും ഒക്കെ വളരെയധികം നല്ലതാണ്. സർവീസ് ആയാലും കുഞ്ഞിൻ്റെ ബേബി ബാത്ത് ആണെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ വളരെ നല്ല സപ്പോർട്ടീവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്നുള്ളത്. എനിക്ക് ടമ്മിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, അപ്പോൾ ടമ്മിയൊക്കെ കുറേ കുറഞ്ഞു. എൻ്റെ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ സർവീസും കൊണ്ട്.